കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര ബഡ്ജറ്റ് 2025-2026 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. കേരള ബഡ്ജറ്റും അവതരിപ്പിച്ചു കഴിഞ്ഞു. രണ്ട് ബഡ്ജറ്റിനെ കുറിച്ചും വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് സമയക്കുറവ് കാരണം കേന്ദ്ര ബഡ്ജറ്റ് തൽക്കാലം വിടുകയാണ്. എന്നിട്ട് കേരള ബഡ്ജറ്റിലേക്ക് വരികയാണ്. കേരള ബഡ്ജറ്റിൽ പുതുതായി എന്തെങ്കിലും, അതായത് പുതിയ എന്തെങ്കിലും പദ്ധതികൾ, പരിപാടികൾ, ആനുകൂല്യങ്ങൾ എന്നിവ ഒന്നും എടുത്ത് പറയത്തക്ക നിലയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ പ്രധാനമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന ക്ഷേമ പെൻഷൻ അത് 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ്. ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ശേഷിക്കാർക്കുള്ള പെൻഷൻ, ക്യാൻസർ പോലുള്ള മാറ രോഗങ്ങൾക്ക് അടിപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷൻ, വിധവകൾക്ക് നൽകി വരുന്ന പെൻഷൻ, വയോജനങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷൻ, കർഷകർക്ക് അവരുടെ നല്ല സമയം മുഴുവൻ, ജീവിതത്തിന്റെ സൗന്ദര്യമുള്ള സമയം മുഴുവൻ പാടത്ത് പണിയെടുത്ത് 60 വയസ്സ് കഴിഞ്ഞപ്പോൾ പാടത്ത് പഴയതുപോലെ പണിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു ശാരീരിക അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നവർക്ക് വേണ്ടിയുള്ള കർഷക തൊഴിലാളി പെൻഷൻ, അങ്ങനെയുള്ള പെൻഷനുകളാണ് 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിപ്പോഴും 1600 രൂപയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതേസമയം കഴിഞ്ഞ ബഡ്ജറ്റിലും പാവം വൃദ്ധർ വാർദ്ധക്യകാല പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും അതുപോലുള്ള വിധവാ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും പിന്നെ ശേഷിക്കാർക്കുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെട്ടവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുമുള്ള വിശ്വാസത്തിലാണ് ഇരുന്നത്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ ഇത് വർദ്ധിപ്പിച്ചില്ല. എന്നാൽ ഇപ്രാവശ്യം അത് വർദ്ധിപ്പിക്കുമെന്ന് ഏറെക്കുറെ ഉറച്ച വിശ്വാസത്തിലായിരുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മനസ്സ്. എന്നാൽ അവരെയെല്ലാം വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ട് ആണ് 1 രൂപ പോലും ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താതെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ നൽകുക എന്ന് പറയുന്നത് സൗജന്യമായിട്ട് നൽകുന്നു എന്നാണ് സർക്കാരും അതുമായി ബന്ധപ്പെട്ടവരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ കർഷക തൊഴിലാളി പെൻഷൻ പോലുള്ള, വാർദ്ധക്യകാല പെൻഷൻ പോലുള്ള അവരുടെ നല്ല സമയം മുഴുവൻ നാട്ടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി തന്റെ ശക്തി മുഴുവൻ എടുത്ത് പാടത്ത് പണി ചെയ്ത്
അതുപോലുള്ള മറ്റ് മേഖലകളിൽ പണിയെടുത്ത് ആരോഗ്യം നശിച്ച് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട് കഴിയുന്നവർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരുടെ കാര്യം, വിധവകളുടെ കാര്യം, അതുപോലുള്ള ചില രോഗങ്ങൾ പിടിപെട്ടവർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ, അവർക്കെല്ലാം പെൻഷൻ കൂട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം മരുന്ന് വാങ്ങി ജീവൻ നിലനിർത്തി പോകുന്നതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കണമെന്നാണ് അതിനെക്കുറിച്ച് എല്ലാവരുടെയും അഭിപ്രായം. എന്നാൽ അവിടെ എന്താണ് സർക്കാർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല, ആ ഭാഗത്തേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ സാമ്പത്തിക ഞെരുക്കമാണ് കാരണം എന്ന് ഒറ്റയടിക്ക് ഉത്തരം പറയാം. എന്നാൽ ഈ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മറ്റു പല മേഖലകളിലും ചെലവാക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവുന്നില്ല. നിയമസഭാംഗങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും അവരുടെ അലവൻസ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും മന്ത്രിമാരുടെ ഔദ്യോഗിക വീടുകൾ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിലായാലും അവർക്ക് പുതിയ വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലായാലും ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത പല കോർപ്പറേഷനുകളും നിലനിർത്തുന്നതിന് വേണ്ടി അതിൻ്റെ ചെയർമാന് പുതിയ വാഹനങ്ങൾ, വിലപിടിപ്പുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിന് ധനകാര്യ വകുപ്പ് അനുമതി നൽകുമ്പോൾ അവർ ഒരിക്കൽ പോലും ജീവിതത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കാറില്ല. അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും രാഷ്ട്രീയ കക്ഷികളെ നിലനിർത്തുന്നതിന് വേണ്ടി, കൂടെ കൂട്ടുന്നതിന് വേണ്ടി നിലനിർത്തി പോകുന്ന വെള്ളാനകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കോർപ്പറേഷനുകളും ബോർഡുകളും, ആ കോർപ്പറേഷനുകളും ബോർഡുകളും കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് അധിക നേട്ടമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അത് പലതും നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും പുതിയ വാഹനങ്ങളും പുതിയ തസ്തികകളും മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും ജീവനക്കാരെ തിരികെ കയറ്റുന്നതിൽ ഉത്സാഹിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ ഓരോ സഹകരണ ബാങ്കുകളും, പ്രാദേശിക സഹകരണ ബാങ്കുകൾ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയാണ് വായ്പ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ജില്ല, അങ്ങനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കിയാൽ ഏകദേശം 15,000-ലധികം കോടി രൂപ ഇങ്ങനെ പേപ്പർ സഹകരണ സംഘങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം 1000-ഓളം കോടി രൂപയെ അതിലധികമോ ഇതുപോലുള്ള പേപ്പർ സഹകരണ സംഘങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ പേപ്പർ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് ആ വായ്പ നൽകുന്ന സഹകരണ ബാങ്കുകളുടെ ബോർഡ് മെമ്പർമാരുടെ ബിനാമികളുടെ പേരിലുള്ളതാണ് ഈ സഹകരണ സംഘങ്ങൾ. ഈ ഇടയ്ക്ക് കേരള ബാങ്കിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത്, തിരുവനന്തപുരം സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്ക് 200 കോടിയിലധികം രൂപ കടലാസ് സഹകരണ സംഘങ്ങൾക്ക് വായ്പ കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനെ ഇന്നൊന്നും നിയന്ത്രിക്കുന്നതിനോ
ഇവിടെയെല്ലാം കുറ്റക്കാരാരെന്ന് കണ്ടെത്തി അവരുടെയെല്ലാം പേരിൽ നിയമപരമായ നടപടിയെടുക്കുന്നതിനോ ഇവിടെ ശ്രമിക്കാറില്ല എന്നാണ് വസ്തുത. അവിടെയെല്ലാം രാഷ്ട്രീയ ഇടപെടലുകൾ, രാഷ്ട്രീയ അധികാരത്തിന്റെ കൈകൾ അവിടെയെല്ലാം അവരെ സംരക്ഷിക്കുന്നു. വീണ്ടും തിരിച്ച് ബഡ്ജറ്റിലേക്ക് വരാം. ഈ ബഡ്ജറ്റ് മറ്റ് ഏത് കുറേ പ്രാവശ്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, പദ്ധതികൾ, അത് വീണ്ടും ആവർത്തിക്കുന്നു ഇന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സൃഷ്ടിപരമായി, ജനോപകാരപ്രദമായി, കാര്യക്ഷമമായി ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് ഫണ്ടുകളൊന്നും വെച്ചിട്ടുള്ളതായിട്ട് ആ ബഡ്ജറ്റ് പഠിച്ചതിൽ നിന്നും അറിയാൻ കഴിഞ്ഞില്ല. അതങ്ങനെ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ബഹളം കൂട്ടിയിട്ടോ പ്രത്യേകിച്ച് കാരണമൊന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. ഡൽഹിയിൽ 70 നിയമസഭാ സീറ്റുകൾ ഉള്ളതിൽ 70 നിയമസഭാ സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ നൂറ്റാണ്ടിന് ശേഷം അവിടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേറ്റിരിക്കുന്നു. അവിടെ AAP എന്ന് പറയുന്ന പ്രായത്തിൽ വളരെ കുറവുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവിടെ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടുകളായി ഭരിക്കുന്നത്. അഴിമതിക്കെതിരെ സമരം ചെയ്ത അന്ന ഹസാരെ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി അഴിമതിക്കെതിരെ ഡൽഹിയിൽ നടത്തിയ സമരം, ആ സമരത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ആ സമരത്തിന്റെ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ AAP എന്ന പാർട്ടി കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവ് ഉയർന്നു വരുന്നതും അദ്ദേഹം കേന്ദ്രത്തിന്റെ, അതായത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാവുന്നത്. അഴിമതിക്കെതിരെയുള്ള സമരത്തിലൂടെയാണ് കെജ്രിവാൾ കേന്ദ്ര ഭരണം നടക്കുന്ന ഡൽഹിയിൽ മുഖ്യമന്ത്രിയാവുന്നത്. എന്തുകൊണ്ടോ ആ കെജ്രിവാൾ അഴിമതിക്കെതിരെയുള്ള സമരത്തിലൂടെയാണ് അധികാരത്തിൽ വന്നതെങ്കിൽ അഴിമതിയിലൂടെയാണ് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അത് ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേക ദോഷ വശം കൂടിയാവാം. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ധൈര്യമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ എത്രയോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകൾ ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിന് അവിടെ ലഭിച്ചത് 0 സീറ്റാണ്. 1 സീറ്റ് ലഭിച്ചില്ല. ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായതാണ് അതിന് കാരണം എന്ന് വേണമെങ്കിൽ ഇടതുപക്ഷ കാഴ്ചപ്പാടോടുകൂടി പറയാം. അത് തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിക്കുമ്പോൾ തോൽവി ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരും പറയുന്ന മിടുക്കാണ് എന്നാൽ കവിഞ്ഞ് അതിന് പ്രത്യേക വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ടതില്ല. തോൽവി സംഭവിക്കുമ്പോൾ ഓരോരുത്തരും പരാജയപ്പെടുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ ന്യായീകരണങ്ങളുമായി രംഗത്ത് വരാറുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായ ഭിന്നത, അതാണ് കോൺഗ്രസിന് ദയനീയ തോൽവി ഉണ്ടാവാൻ ഇടയായ രാഷ്ട്രീയ സാഹചര്യമെന്ന് CPIM പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ വിലയിരുത്തി കഴിഞ്ഞു.
അത് തെറ്റോ ശരിയോ, പൂർണ്ണമായി ശരിയാണോ പൂർണ്ണമായി തെറ്റാണോ എന്നതിനെ കുറിച്ചൊക്കെ ഇനി ചർച്ചകൾ നടന്നതിന് ശേഷം അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കണ്ടെത്തലുകൾ വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും മറ്റു പല സംസ്ഥാനങ്ങളിലും പോലെ BJP ഡൽഹിയിലും കരുത്ത് തെളിയിച്ചിരിക്കുന്നു. അവിടെ സ്വതന്ത്ര സംസ്ഥാന ഭരണം അനുവദിച്ചു കൂടായികയില്ല. അങ്ങനെ കേന്ദ്രവും കേന്ദ്രഭരണം നടക്കുന്ന ഇന്ത്യയുടെ തലസ്ഥാന നഗരിയും BJP കൈക്കലാക്കി കഴിഞ്ഞു എന്ന് ചുരുക്കി പറയുന്നതാവും നല്ലത് എന്ന് തോന്നുന്നു. കേരളത്തില് കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കെടുത്താൽ ആഭിജാത്യ കർമ്മങ്ങളുടെ പേരിൽ 1 ഡസനിലധികം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പുറത്തു വന്നിട്ടുള്ള കണക്കാണ്, പുറത്തു വരാത്ത കണക്കുകൾ വേറെ. അവസാനം ഇതാ തിരുവനന്തപുരത്തിന്റെ തെക്കേയറ്റമായ വെള്ളട എന്ന സ്ഥലത്ത് ഒരു മകൻ, ആ മകൻ എന്ന് പറയുമ്പോൾ സാധാരണ മകനല്ല, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പഠനം നടത്തിക്കൊണ്ടിരുന്ന മകനാണ്. അദ്ദേഹം നാട്ടിൽ വന്ന് പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് ആഭിചാര കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് ആ ചെറുപ്പക്കാരനായ യുവാവ്, അല്ലെങ്കിൽ യുവാവിലേക്ക് എത്തപ്പെടാത്ത, കൗമാരം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലാത്ത അയാൾ സ്വന്തം പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അയാളുടെ അമ്മ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് പിതാവിനെ കൊലപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് സമ്പന്നനാവാനുള്ള അത്യാഗ്രഹം. ആ അത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ആഭിചാര കർമ്മങ്ങളുടെ ഭാഗമായി കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. പത്തനംതിട്ടയിലായാലും പത്തനംതിട്ടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത പുറത്തു വന്നത്. അതിനുശേഷം പല സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ട്. BJP ഭരിക്കുന്ന, ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അന്ധവിശ്വാസത്തിനും ആഭിചാര ക്രിയകൾക്കുമെതിരെയുള്ള നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി അതെല്ലാം ആ സംസ്ഥാനങ്ങളിൽ ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ രീതിയിലുള്ള കൊലപാതകങ്ങൾ അവിടെ ഏറെക്കുറെ നിലനിന്നു എന്ന് അവസാനിച്ചു എന്ന് പറയാം. അതേസമയം പുരോഗമന ആശയം ഉൾക്കൊള്ളുന്ന, മാർക്സിസം ലെനിനിസത്തില് വിശ്വസിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തില് ഇതുപോലുള്ള അന്ധവിശ്വാസത്തിനും ആഭിചാര കർമ്മങ്ങൾക്കും എതിരെയുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ട് അത് ഏതോ അലമാരയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പും അക്കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ഇത്തരം ആഭിചാര കർമ്മങ്ങൾ പെട്ടെന്ന് സമ്പന്നനാവാൻ വേണ്ടി മന്ത്രവാദങ്ങൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോഴും, പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമാധിയുമായി ബന്ധപ്പെട്ട ബഹളങ്ങളും കേസുകളുമൊക്കെ ജനങ്ങൾക്ക് അറിവുള്ളതാണ്. എന്തായാലും ആ ഏതോ അലമാരയിൽ പൊടി പിടിച്ച് കിടക്കുന്ന അന്ധവിശ്വാസത്തിനും ആഭിചാര ക്രിയകൾക്കുമെതിരെയുള്ള ആ ബില്ല് നിയമസഭയിൽ എത്രയും പെട്ടെന്ന് പാസാക്കിയെടുത്ത് അത് നടപ്പിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ എടുത്തു പറയാനുള്ളത്, സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടുന്നത് വളരെ രസകരമായ കാര്യമാണ്.
ഒരു ചെറുപ്പക്കാരൻ ചില ഉപകരണങ്ങളിൽ തയ്യൽ മെഷീൻ, സ്കൂട്ടറെല്ലാം പകുതി വിലയ്ക്ക് നൽകുമെന്നും അത് ആദ്യം കുറേയേറെ കൊടുക്കുകയും ചെയ്തു. അത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് കളമൊരുക്കിയിരിക്കുന്നു. ആ തട്ടിപ്പിനെ കളമൊരുക്കിയതിന്റെ കൂടെ ചേർന്ന് നിന്നവരിൽ പ്രമുഖ രാഷ്ട്രീയക്കാരുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയക്കാരുണ്ട്. സാമൂഹിക സാംസ്കാരിക സംഘടനയുടെ നേതാക്കളുണ്ട്. അവരുടെ പേരുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിലുള്ള റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തെയും ഈ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നു. എന്താണ് ഈ നാട്ടിന്റെ അവസ്ഥ, രാജ്യത്തിന്റെ അവസ്ഥ? എവിടെയെങ്കിലും എന്തെങ്കിലും കുറച്ച് സൗജന്യം ലഭിക്കുമെന്ന് എവിടെയെങ്കിലും കേട്ടറിഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്നൊരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അവിടെയെല്ലാം പെട്ടെന്ന് സമ്പന്നനാകാനുള്ള വ്യാമോഹം, ആ വ്യാമോഹമാണ് പലരെയും ഇത്തരം പ്രവൃത്തികളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. സാങ്കല്പിക ബിസിനസ്സുകളുമായി കേരളത്തിൽ എത്രയോ പേർ രംഗത്തുണ്ട്. അവിടെയെല്ലാം കയ്യിൽ നിന്നും പോയ പണങ്ങൾ അതൊന്നും ഒരിക്കലും തിരിച്ച് വരാത്ത വിധം പോയി കഴിഞ്ഞു. ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും സൗജന്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു സ്വഭാവം മലയാളികളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. അത് പെട്ടെന്ന് സമ്പന്നനാകാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുമുള്ള ഒരു ഉപാധിയായി ഇത്തരം പ്രവൃത്തികളെ കണ്ടാൽ മതി. അക്കൂട്ടത്തിലെ രാഷ്ട്രീയക്കാരും ഒപ്പം ചേരുമ്പോൾ അതിന് പ്രത്യേക മാനവും വരുന്നു. അതിന് ഉടനെയൊന്നും അത് വിരാമത്തിലേക്ക് ചെന്നെത്തുമെന്ന് തോന്നുന്നില്ല. ഇനിയും ഇതുപോലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും കേരളത്തിൽ നടക്കും. അതിന്റെ പിറകെയും ജനങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് കേസെടുത്തുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു, ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാര് പ്രതികളാവുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാരും അന്വേഷണ വിധേയരാകുന്നു. പല പോലീസ് ഓഫീസർമാര് അന്വേഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അവസാനിച്ച് എന്താണ് കേരളം നന്നാവുക എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് അഭിപ്രായമുള്ളത്. പിന്നെ ഇപ്പോൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം, കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന വയോജന കമ്മീഷനെ കുറിച്ചാണ്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഒന്നാണ് വയോജന കമ്മീഷൻ. അതിനു വേണ്ടുന്ന നിയമ നടപടികൾ അതുപോലുള്ള മറ്റ് നടപടികളെല്ലാം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിവ്. എന്തായാലും ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മക്കളും ചെറുമക്കളുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള വയോജനങ്ങൾ അനാഥാലയങ്ങളുടെ 4 ഭിത്തിക്കുള്ളിൽ അവരുടെ ജീവിതം, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ആ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങി അവർ ഇല്ലാതാകുന്ന ഒരു ജീവിത സാഹചര്യം നാട്ടിൽ നിലനിൽക്കുന്നു. ഈ അവസരത്തിലാണ് സർക്കാർ വയോജന കമ്മീഷൻ ഉണ്ടാക്കാനും അത് കൊണ്ടുവരാനും ഉള്ള ശ്രമങ്ങൾ ത്വരിതഗതിയിൽ നടക്കുന്നുവെന്നറിയുന്നതിൽ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും വയോജനങ്ങൾക്ക് സന്തോഷകരമായ കാര്യമാണ്. അത് ആശ്വാസകരമായ കാര്യമാണ്. അത് സർക്കാർ ഓഫീസുകളുടെ നൂലാമാലകളിൽ പെട്ട്
അത് താമസം ഉണ്ടാക്കാതെ കഴിയുന്നതും വേഗം അത് നടപ്പാക്കണമെന്നാണ് അക്കാര്യത്തിൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, എം.വി. ഗോവിന്ദന്റെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം.വി. ഗോവിന്ദൻ, ആ ഗോവിന്ദൻ പറഞ്ഞ ഒരു വാചകമാണ്. അത് എന്തുകൊണ്ടോ വലിയ വിവാദത്തിലേക്ക് അത് പോയില്ല എന്ന് പറയുമ്പോൾ ചില ഭയം കൊണ്ടാവാം വലിയ വിവാദത്തിലേക്ക് പോകാതിരിക്കുന്നത്. അദ്ദേഹം അതിൽ പറഞ്ഞത്, ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് സനാതന ധർമ്മത്തെയും അനുകൂലിക്കുന്നുവെന്നാണ്. ഈ അവസാനം പറഞ്ഞ സനാതന ധർമ്മത്തെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞത് നമുക്ക് അല്പം മാറ്റിവെക്കാം, അല്പസമയത്തേക്ക്. ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും കേരളത്തിലുണ്ട്. അവർ ചെറിയ വിഭാഗമല്ല, പാരമ്പര്യമായി അങ്ങനെ വിശ്വസിച്ചു പോകുന്നവർ എന്നും കേരളത്തിലുണ്ട്. പ്രത്യേകിച്ചും മുമ്പ് തിരുവിതാംകൂറിൽ ഇത് ഏറ്റവും കൂടുതലായിരുന്നു. തിരുവിതാംകൂറിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി പ്രായമായാൽ 7-ാം ദിവസം 7 വെള്ളത്തിൽ കുളിപ്പിച്ചുകൊണ്ട് പച്ചവെള്ളവും ചൂടുവെള്ളവും പശുപ്പാലും പനിനീറും തുടങ്ങിയ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആ പെൺകുട്ടിയുമായി ആ 7-ാം ദിവസം കഴിയുന്നതിനുള്ള അവകാശം ഒരു ബ്രാഹ്മണനായിരുന്നു. ആ രീതിയിൽ ചിന്തിക്കുന്ന, ആ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സമുദായം തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത്. ആ സമുദായം ഇന്നില്ല. ആ സമുദായം മറ്റു പല സമുദായങ്ങളിലേക്ക് ലയിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇത് കണ്ടതുകൊണ്ടാവാം, ഇത് അറിഞ്ഞതുകൊണ്ടാവാം, ഇത് നേരത്തെ ബോധ്യപ്പെട്ടത് കൊണ്ടാവാം സ്വാമി വിവേകാനന്ദൻ കേരളം പ്രാധാന്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ ജാതി വ്യവസ്ഥ കൊണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് കേരളത്തെക്കാൾ കൂടുതൽ ജാതി വ്യവസ്ഥ നിലനിന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്നു. അതുകൊണ്ട് അതായിരിക്കില്ല ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിലനിന്നതുകൂടി കൊണ്ടാവാം സ്വാമി വിവേകാനന്ദൻ കേരളം പ്രാധാന്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായാലും എം.വി. ഗോവിന്ദന്റെ പരാമർശത്തിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ആഴവും പരപ്പിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതെല്ലാം ഇന്നും ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവില്ല. ചില ദളിത് സമുദായത്തിൽപ്പെട്ട ചില സമുദായക്കാർ ഇന്നും അവരുടെ കുട്ടികൾ ഏതെങ്കിലും മുന്നോക്കക്കാരന്റെ പേരിന്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നതിൽ അഭിമാനം കാണുന്നവരാണെന്ന് തിരുവനന്തപുരത്ത് ഉള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇത് എങ്ങനെയാണെന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉപാധി, അതിനുള്ള കുറുക്കുവഴി, അതിനുള്ള ഫോർമുല, അതിനുള്ള മരുന്ന് ഇവിടെ ആരുടെ കൈവശവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എം.വി. ഗോവിന്ദന് നേരെ വിരൽ ചൂണ്ടേണ്ട കാര്യമില്ല. ഇതെല്ലാം പാരമ്പര്യമായി കേരളത്തിൽ നിലനിന്നു പോരുന്നു. ഇന്നും എവിടെയൊക്കെയോ ഇത് നിലനിൽക്കുന്നു. സ്വന്തം കുട്ടികൾ തങ്ങളുടെ കുട്ടിയാണ്, അല്ലെ തങ്ങളുടെ കൂടെയുള്ള ആളുടെ കുട്ടിയാണ് എന്ന് പറയുന്നതിന് പകരം, എന്ന് പറയുന്നതിനേക്കാൾ അവർ അഭിമാനം കാണുന്നത് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും അന്യ പുരുഷന്റെ പേര് പറയുന്നതിലാണ്. ഇന്നും അത് നിലനിൽക്കുന്നു. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെയുള്ള പരിപാടി പ്രോഗ്രാം ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി.